പക്ഷേ വോട്ട് ചെയ്തു. എന്താണ് പറയാനുള്ളത്? വോട്ട് ചെയ്തു. നിങ്ങൾ ചോദ്യം പറ്റേ? അല്ല, പക്ഷേ വോട്ട് ചെയ്തു. എന്തിനാണ് വോട്ട് പ്രധാനപ്പെട്ട പണി കഴിഞ്ഞ് ഇറങ്ങി. അതെ, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നമ്മളെ വികസനത്തിനൊരു വോട്ട്, അത്ര തന്നെ. മാറ്റമുണ്ടോ? തുടരുമോ മാറുമോ? തുടരും. ഒറ്റവാക്കേ ഉള്ളൂ. തുടരും. ഇപ്പം മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ എന്തായാലും ഉൾക്കൊണ്ടേ പറ്റും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ നമുക്ക് മംഗലാപുരത്തൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ കാസർഗോഡ് നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള മേൽപ്പാലം ഉൾപ്പെടെ നല്ല ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്, ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പെൻഷൻ കാര്യമായാലും എല്ലാം, സ്ത്രീ സുരക്ഷാ പദ്ധതി ആയാലും എല്ലാം മികച്ച നിലയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാഷ് ജനപ്രതിനിധിയായതിനു ശേഷം സിനിമാ നടനായ ആളാണ്. അപ്പോൾ സാധാരണ സിനിമാ നടനായിട്ട് ജനപ്രതിനിധിയാകാനുള്ള ശ്രമം ധാരാളം ആളുകൾ നടത്തുന്നുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഒരു അവസരം വന്നാൽ ഇനി കുപ്പായം വീണ്ടും പഞ്ചായത്ത് മെമ്പറായി ഇനി ഏതായാലും ജനപ്രതിനിധിയാവാൻ ഉദ്ദേശിക്കുന്നില്ല. പൊതുപ്രവർത്തനം നടത്തും. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ജനപ്രതിയാവാത്ത സിനിമാ നടന്മാർ വേണമെങ്കിൽ ശ്രമിച്ചോട്ടെ. ഞങ്ങൾക്കതിനെക്കുറിച്ച് അഭിപ്രായമില്ല. അതാ വ്യക്തിപരമായ കാര്യമല്ലേ, എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. ഓക്കെ.